പ്രിയമുള്ളവരെ, ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ അനക്ലേറ്റസിനെ കുറിച്ച് നമുക്കറിയാം. ഇരുളിൽ പോലും അലയാത്ത വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ക്രിസ്തീയ സഭയുടെ ആദ്യകാല ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് വിശുദ്ധ അനക്ലേറ്റസ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭയുടെ തുടർച്ചയായി സഭയുടെ നേതൃത്വം ഏറ്റെടുത്ത ആദ്യകാല പാപ്പമാരിൽ മൂന്നാമനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ പത്രോസിന് ശേഷം വന്ന വിശുദ്ധ ലിനൂസ് എന്ന പാപ്പയുടെ പിൻഗാമിയായാണ് വിശുദ്ധ അനക്ലേറ്റസ് സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കാലഘട്ടം ക്രിസ്തീയ വിശ്വാസം വളർന്നുകൊണ്ടിരുന്നെങ്കിലും കടുത്ത പീഡനങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു. വിശുദ്ധ അനക്ലേറ്റസ് സഭയുടെ ഘടന ഉറപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. റോമിലെ ക്രിസ്ത്യാനികൾക്കായി അദ്ദേഹം നിരവധി ഇടവകകൾ രൂപീകരിച്ചു എന്നും പറയപ്പെടുന്നു. വിശ്വാസികളെ ഏകീകരിക്കുകയും സഭയെ ഒരു സുസ്ഥിര സമൂഹമായി വളർത്തുകയും ചെയ്യാൻ അദ്ദേഹം ശക്തമായി പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ക്രിസ്ത്യാനികൾ രഹസ്യമായി വിശ്വാസം അനുഷ്ഠിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും വിശുദ്ധ അനക്ലേറ്റസ് തൻ്റെ ദൗത്യത്തിൽ ഒരു പിന്മാറ്റവും കാണിക്കാതെ ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിച്ചു. വിശുദ്ധ അനക്ലേറ്റസ് ഒരു മികച്ച ഇടയനായിരുന്നു. വിനയം, സേവനം, സമർപ്പണം എന്നീ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രത്യേകമാക്കി. വിശ്വാസികളെ ദൈവത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അദ്ദേഹം പഠിപ്പിച്ചത് സഭ ഒരു സമൂഹമാണ്, എല്ലാവരും ഒന്നായിരിക്കണം. വിശ്വാസം ജീവിതത്തിൽ പ്രകടമാക്കേണ്ടതാണ്, കഷ്ടതകളിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കണം. ആദ്യകാല ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനങ്ങളിൽ നിന്നും വിശുദ്ധ അനക്ലേറ്റസ് ഒഴിഞ്ഞുമാറിയില്ല. വിശ്വാസത്തിനു വേണ്ടി അദ്ദേഹം പീഡനങ്ങൾ സഹിക്കുകയും ഒടുവിൽ രക്തസാക്ഷിയായും മാറുകയും ചെയ്തു. ഈ സാക്ഷ്യം ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രചോദനമായി മാറി. വിശുദ്ധ അനക്ലേറ്റസിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് പ്രതിസന്ധികളിലും വിശ്വാസം കൈവിടരുത്. ദൈവത്തിനു വേണ്ടി സേവിക്കുക, സമൂഹത്തെ സ്നേഹത്തോടെ നയിക്കുക. വിശുദ്ധ അനക്ലേറ്റസെ, സഭയെ നയിച്ച നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ മാതൃകയാൽ ഞങ്ങളെ ശക്തരാക്കണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തിനായി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.